മരിയൻ പ്രതിഷ്ഠാധ്യാനം 23-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ 23-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിലുള്ള വിശ്വാസത്തെപ്പറ്റിയാണ് നാം ധ്യാനിക്കുന്നത്. നിരീശ്വര തത്വജ്ഞാനിയായ ലുഡ്വിഗ് ഫോയർബാക്ക് എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതി: ദൈവമാതാവിലുള്ള വിശ്വാസം അധപ്പതിക്കുമ്പോൾ ദൈവപുത്രനിലും ദൈവപിതാവിലുമുള്ള വിശ്വാസവും അധപ്പതിക്കും. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 487-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്: മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം കൂടുതൽ പ്രകാശിപ്പിക്കുന്നു എന്ന്. മലയാള സാഹിത്യ നിരൂപകരിൽ അഗ്രഗണ്യനായ KP അപ്പൻ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന ഗ്രന്ഥത്തിൽ എഴുതി: ക്രിസ്തു വിജ്ഞാനീയം മേരി വിജ്ഞാനീയത്തിലായിരിക്കും പൂർണ്ണമായി തീരുക. മധുരം നിന്റെ ജീവിതം എന്ന പരിശുദ്ധ മറിയത്തെക്കുറിച്ച് KP അപ്പൻ എഴുതിയ പുസ്തകത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: രക്ഷയുടെ ഗോപുരം യേശുവായിരിക്കുമ്പോൾ അതിൻ്റെ താക്കോൽ മറിയമാണ് എന്ന ആശയം ചില സോഷ്യലിസ്റ്റുകൾ പോലും ഉയർത്തിക്കാണിക്കുന്നുണ്ട്. മരിയാലിസ് കുൾത്തൂസ് എന്ന വിശുദ്ധ 6-ാം പൗലോസ് പാപ്പായുടെ അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 56-ാം ഖണ്ഡികയിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്: കന്യക മറിയത്തോടുള്ള സഭയുടെ ഭക്തി ക്രൈസ്തവ ആരാധനയുടെ ഒരു ആന്തരിക ഘടകമാണ്. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ് എന്ന് മതബോധം ഗ്രന്ഥം 1124-ാം ഖണ്ഡികയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മരിയ ഭക്തിയുടെ അടിസ്ഥാനം തീർച്ചയായും മരിയൻ വിശ്വാസമാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിലുള്ള യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്താൻ ഒരു അനിവാര്യ ഘടകമാണെന്ന് വ്യക്തമാകുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 3-ാം സെഷൻ്റെ സമാപനത്തിൽ വിശുദ്ധ 6-ാം പൗലോസ് പാപ്പ പറഞ്ഞത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു: പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഡോഗ്മകൾ, വിശ്വാസത്യങ്ങൾ ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള താക്കോലാണ്. മരിയൻ വിശ്വാസത്യങ്ങളെപ്പറ്റിയുള്ള വിചിന്തനം ആരംഭിക്കുന്നതിന് മുമ്പ് വിശ്വാസത്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നോക്കാം. ദൈവജനം അവശ്യാവശ്യം വിശ്വസിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്ന വിശ്വാസ വിഷയങ്ങൾ ആണ് വിശ്വാസത്യങ്ങൾ. അതിന് 4 വിശേഷങ്ങൾ അതേപ്പറ്റി പറയുവാനുണ്ട്. 1, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സഭാ നിർവചനങ്ങളാണ് വിശ്വാസത്യങ്ങൾ. 2, വിശുദ്ധ ബൈബിൾ അധിഷ്ഠിതവും ദൈവത്താൽ വെളിവാക്കപ്പെട്ടതാണെന്ന് റോമാ മാർപ്പാപ്പയ്ക്ക് ഉറച്ച ബോധ്യമുള്ളതുമായ കാര്യങ്ങളാണ് വിശ്വാസത്യങ്ങളുടെ ശ്രേണിയിൽപ്പെടുന്നവ. 3, മാർപ്പാപ്പയുടെ അപ്രമാദിത്വ വരം ഉപയോഗിച്ചുള്ള വിളംബരങ്ങളിലൂടെയോ പാപ്പായുടെ അംഗീകാരമുള്ള സഭാ സൂനകദോസുകളുടെ ഐകകണ്ഠ്യേനയുള്ള പ്രബോധനത്തിലൂടെയോ ആണ് വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. 4, മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളാണ് എക്സ് കത്തീദ്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വിശ്വാസത്യങ്ങൾ എന്നതിനാൽ ഇവയ്ക്ക് ഒരു കാലത്തും മാറ്റം സംഭവിക്കുകയില്ല. പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ കന്യകാമറിയത്തെപ്പറ്റി 4 വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1, ദൈവമാതാവ്. 2, ശാശ്വത കന്യക. 3, അമലോത്ഭവം. 4, സ്വർഗാരോപണം. 1-ാം വിശ്വാസത്യം പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന സമുന്നത പദവിയിൽ നിന്നാണ് കന്യക മറിയത്തിൻ്റെ മറ്റെല്ലാ മഹത്വങ്ങളും പുറപ്പെടുന്നത്.
മനുഷ്യനായി അവതരിച്ച ദൈവമായ ക്രിസ്തുയേശുവിൻ്റെ യഥാർത്ഥ മാതാവാണ് മറിയം എന്നാണ് ഈ വിശ്വാസത്യം ഉദ്ഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ ദിവ്യമാതൃത്വം തെയോത്തോക്കോസ് എന്നറിയപ്പെടുന്ന ഈ വിശ്വാസത്യം ക്രിസ്തുവർഷം 431 ഗ്രീസിലെ എഫേസോസിൽ നടന്ന 3-ാം സാർവത്രിക സുവർണകദോസിൽ വെച്ചാണ് ഔദ്യോഗികമായി നിർവചിക്കപ്പെട്ടത്. ദൈവമാതാവ് എന്ന കന്യകമറിയത്തിൻ്റെ സ്ഥാനം വിശുദ്ധ ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് വിളംബരം ചെയ്തത് ഇപ്രകാരമായിരുന്നു: നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ലൂക്ക 1:31-33 വരെ വാക്യങ്ങൾ. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ച ഈ ദൈവദൂത് സാക്ഷ്യപ്പെടുത്തുന്നത് മറിയം യേശുവിൻ്റെ യഥാർത്ഥ മാതാവാണെന്ന് മാത്രമല്ല, യേശു യഥാർത്ഥ ദൈവപുത്രൻ അഥവാ പുത്രനായ ദൈവം ആണെന്നും കൂടിയാണ്. മാലാഖയുടെ ഈ സുപ്രധാന സന്ദേശത്തിൽ നിന്ന് താഴെ പറയുന്ന വളരെ ലളിതമായ ദൈവശാസ്ത്ര അനുമാനങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ്. മറിയം യേശുവിൻ്റെ അമ്മയാണ്, യേശു ദൈവമാണ്, അതുകൊണ്ട് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. യേശു യഥാർത്ഥ ദൈവമായതിനാലും മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നതിനാലും മറിയം മനുഷ്യാവതാരമെടുത്ത ദൈവത്തിൻ്റെ അമ്മ തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ശ്ലീഹാമാരുടെ വിശ്വാസ പ്രമാണത്തിൽ അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുടനെ ഈ പുത്രൻ കന്യക മറിയത്തിൽ നിന്ന് പിറന്നു എന്ന പരാമർശം സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ മറിയം ദൈവമാതാവാണ് എന്ന വിശ്വാസത്തെപ്പറ്റി എത്ര വ്യക്തതയാണ് ആദ്യം മുതലുണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്ന വിശ്വാസ സത്യം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് എത്ര പ്രാധാന്യമേറിയതാണെന്ന് കാണിക്കുന്നതാണ് AD 431 എഫേസോസ് സൂനകദോസ് പ്രഖ്യാപനം. സൂനകദോസ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ക്രിസ്തു ദൈവമാണെന്നും അക്കാരണത്താൽ തന്നെ പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവാണെന്നും ഏറ്റു പറയാതിരിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അമ്മയല്ല, ക്രിസ്തുവിൻ്റെ മാതാവ് മാത്രമാണ് എന്ന ഭാഷണ്ഡത. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന നെസ്തോറിയസ് കന്യക മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ വിസമ്മതിക്കുകയും ക്രിസ്തുവിൻ്റെ അമ്മ എന്നതാണ് അവൾക്ക് ഉചിതമെന്ന് ശഠിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഇരു പ്രകൃതികളെക്കുറിച്ചുമുള്ള ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും അദ്ദേഹത്തിൻ്റെ തെറ്റായ ബോധ്യമായിരുന്നു ഈ പിശകിന് കാരണം. യേശുവിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും അടിസ്ഥാനപരമായി ഉപസ്ഥിതിപരമായ ഏകീകരണം പ്രാപിച്ച് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒരേയൊരു ദൈവിക വ്യക്തിയിൽ ഒരേ സമയത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ അതാണ് നെസ്തോറിയസ് പറയാതിരുന്നത്. പകരം അദ്ദേഹം പഠിപ്പിച്ചത് ഒരു അബദ്ധ സിദ്ധാന്തമാണ്. അതായത് യേശുവിന് 2 വ്യക്തിത്വമുണ്ട്, ദൈവികവും മാനുഷികവും. അതിനാൽ മറിയം യേശുവിൻ്റെ അമ്മ മാത്രമാണ്, ദൈവത്തിൻ്റെ അമ്മയല്ല. ഇത് വലിയ തെറ്റാണ്. കാരണം പരിശുദ്ധ ത്രിത്വത്തിലെ ഒരുവനാണ് യേശു എന്നതിനാൽ അവിടുത്തെ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് ദൈവീക വ്യക്തിത്വമാണ്. അവിടത്തേക്ക് ദൈവപ്രകൃതി മനുഷ്യപ്രകൃതി എന്നീ 2 പ്രകൃതികൾ ഉണ്ടെങ്കിലും അവിടത്തേക്ക് ഏക വ്യക്തിത്വമേ ഉള്ളൂ, ദൈവീക വ്യക്തിത്വമാണ്. ദൈവമാതാവ് എന്ന വിശ്വാസത്തിൻ്റെ വിശദീകരണം. മാതൃത്വത്തിൻ്റെ സ്വഭാവം ആദ്യം വിശകലനം ചെയ്താൽ മറിയത്തിൻ്റെ ദൈവമാതൃത്വം ഗ്രഹിക്കാൻ എളുപ്പം കിട്ടും. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ശരീരം മാത്രമേ നൽകുന്നുള്ളൂ, ആത്മാവിന് നൽകുന്നില്ല, ദൈവമാണത് നൽകുന്നത്. എന്നിരുന്നാലും അമ്മ പ്രസവിക്കുന്നത് കുഞ്ഞിൻ്റെ ശരീരം മാത്രമല്ല, ആത്മാവും ശരീരവും ഉൾപ്പെടുന്ന ഒരു മകനെ അഥവാ മകളെയാണ്. ഈ വിധമാണ് മറിയത്തിൻ്റെ ദൈവമാതൃത്വം മനസ്സിലാക്കേണ്ടത്.
മറിയം യേശുവിന് ദൈവപ്രകൃതി നൽകിയിട്ടില്ല, ദൈവിക വ്യക്തിത്വവും അവൾ നൽകിയതല്ല. ഇവ രണ്ടും യേശുവിന് അനാദി മുതലുണ്ടായിരുന്നു. മറിയം യേശുവിന് പ്രദാനം ചെയ്തത് തൻ്റെ അമലോത്ഭവ മനുഷ്യപ്രകൃതിക്ക് ചേർന്ന ഒരു മനുഷ്യപ്രകൃതി മാത്രമാണ്. എന്നാൽ യേശുവിൻ്റെ മാനുഷികത അവിടുത്തെ ദൈവികതയിൽ നിന്ന് അഭിന്നമായതിനാൽ മറിയം ജന്മം കൊടുത്തത് ഒരേ സമയം യഥാർത്ഥ ദൈവത്തെയും യഥാർത്ഥ മനുഷ്യനെയുമാണ്. യേശുവിൻ്റെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും വേർതിരിക്കാനാവാത്ത വിധം അവിടുത്തെ ദൈവിക വ്യക്തിയിൽ ഒന്നിച്ചിരിക്കുന്നതിനാൽ കന്യക മറിയം ജന്മം കൊടുത്ത മകൻ സത്യമായും ദൈവമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന പ്രമാണ്ടയുടെ 53 ഇത് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കന്യക മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെയും രക്ഷകൻ്റെയും മാതാവായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മരിയൻ വിശ്വാസ സത്യം, പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപും ജനന സമയത്തും ജനനത്തിന് ശേഷവും പരിശുദ്ധ മറിയം കന്യകയായിരുന്നു എന്നതാണ് മറിയത്തിൻ്റെ നിത്യകന്യാത്വം എന്ന വിശ്വാസത്യം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വത്തിൻ്റെ ഈ ത്രിവിധ സ്വഭാവ ഗുണങ്ങൾ ക്രിസ്തുവർഷം 649 നടന്ന ലാറ്ററൻ സൂനകദോസിൽ വെച്ച് വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ പാപ്പ വിശ്വാസത്യമായി പഠിപ്പിച്ചു. പാപ്പായുടെ നിർവചനം ഇപ്രകാരമായിരുന്നു: നിത്യകന്യകയും അമലോത്ഭവയുമായ മറിയം പുരുഷ സ്പർശമില്ലാതെ പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ചു. കന്യാത്വം നഷ്ടപ്പെടാതെ, അതായത് ശാരീരിക സമഗ്രത കളയാതെ ദിവ്യശിശുവിന് ജന്മമേകി. യേശുവിൻ്റെ ജനനശേഷവും കളങ്കമേശാതെ കന്യാത്വം കാത്തുസൂക്ഷിച്ചു. നിത്യകന്യാത്വത്തിൻ്റെ 3 ഭാഗങ്ങൾ. ഒന്നാമത്തേത് യേശുവിൻ്റെ ജനനത്തിന് മുൻപുള്ള മറിയത്തിൻ്റെ കന്യാത്വം. ഈ സത്യം ബൈബിൾ അധിഷ്ഠിതവും പാരമ്പര്യത്തിൽ ഉറപ്പിക്കപ്പെട്ടതുമാണെന്നാണ് ആദ്യം കാണുന്നത്. ഏശയ്യാ പ്രവാചന പുസ്തകം 7:14 നമ്മളിങ്ങനെ വായിക്കുന്നു: അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, കന്യക അഥവാ യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കന്യക എന്ന പദത്തിന് അർത്ഥം വരുന്ന ഹീബ്രു പദത്തിന് കുമാരി, മെയ്ഡൻ എന്നുകൂടി അർത്ഥമുണ്ടെങ്കിലും കന്യാത്വം എന്ന അർത്ഥത്തിലാണ് പഴയ നിയമ ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഈ പ്രവചനം പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായതായി ലൂക്കാ സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. ലൂക്കാ 1:26-27. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരുള്ള പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഗബ്രിയേൽ മാലാഖയും മറിയവും തമ്മിലുള്ള സംഭാഷണത്തിൽ മറിയത്തിൻ്റെ നിത്യകന്യാത്വത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നുണ്ട്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന ദൈവദൂതന്റെ പ്രഖ്യാപനത്തിന് മറിയത്തിൻ്റെ ഉത്തരം, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ലൂക്കാ 1:34 എന്നായിരുന്നു. ഇവിടെ അറിയുക എന്നത് ശാരീരിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് മറുപടിയായി മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മറിയത്തിൻ്റെ കന്യാത്വവും പരിശുദ്ധാത്മാവാലാണ് മറിയം യേശുവിനെ ഗർഭം ധരിക്കുന്നതെന്ന സത്യവും ഈ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു എന്ന വിശ്വാസ പ്രമാണത്തിലെ ഏറ്റുപറച്ചിൽ തിരുപ്പിറവിക്ക് മുമ്പുള്ള മറിയത്തിൻ്റെ കന്യാത്വത്തിൻ്റെ സഭാപാരമ്പര്യത്തിൽ ഉള്ള തെളിവാണ് കാണിക്കുന്നത്. യേശുവിന് മാനുഷികമായ പിതാവില്ലെന്നും മറിയത്തിൻ്റെ ഗർഭധാരണം പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ അത്ഭുതമായിരുന്നെന്നും ആദ്യകാല സഭാപിതാക്കന്മാരായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, ലിയോണിലെ വിശുദ്ധ ഐറേനിയൂസ് എന്നിവരും പിൽക്കാലത്തെ സഭാപിതാക്കന്മാരും പഠിപ്പിച്ചു പോന്നിരുന്നു. കന്യകാമതാൽ നിത്യകന്യാത്വത്തിൽ രണ്ടാമത്തെ ആശയം ക്രിസ്തുവിൻ്റെ പിറവിയിൽ സംരക്ഷിക്കപ്പെട്ട കന്യാത്വം. മറിയത്തിന് നിത്യകന്യാത്വത്തിൻ്റെ രണ്ടാമത്തെ വശം യേശു ജനിച്ചപ്പോൾ മറിയത്തിൻ്റെ ശാരീരിക കന്യാത്വം അഭംഗുരം സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. അതേപ്പറ്റി സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിയോഗിക്കപ്പെട്ട സമയമായപ്പോൾ മറിയത്തിൻ്റെ ശാരീരികമായ കന്യാത്വം കളങ്കപ്പെടാതെ യേശു ഗർഭപാത്രം വിട്ട് പുറത്തിറങ്ങി.
യേശുവിൻ്റെ ജനനസമയത്തുള്ള മറിയത്തിൻ്റെ കന്യാത്വം സഭ മനസ്സിലാക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ കന്യാചർമ്മത്തിന് ഭംഗം വരാതെ ശാരീരികമായ ഉല്ലംഘനമില്ലാതെ യേശുവിൻ്റെ പിറവി സംഭവിച്ചു എന്നാണ്. സഭാപിതാക്കന്മാർ ഈ രഹസ്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, സമഗ്രത നഷ്ടപ്പെട്ടവർക്ക് അത് നൽകാൻ വന്നവൻ തന്നെ അത് കളയും എന്ന് പറയുന്നത് യുക്തിയല്ല. പിൽക്കാലത്ത് വിശുദ്ധ തോമസ് അക്വീനാസും വേദനരഹിതവും അത്ഭുതകരവുമായ യേശു ജനനത്തെക്കുറിച്ച് വാദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, വെളിച്ചം സ്ഫടികത്തിലൂടെ ഹാനി ഏൽപ്പിക്കാതെ കടന്നു പോകുന്നത് പോലെ പരിശുദ്ധയും യേശുവിനെ വഹിച്ച തിരുസക്രാരിയുമായ പരിശുദ്ധ മറിയത്തിൻ്റെ ഗർഭാശയം തുറക്കാതെയും കന്യാചർമ്മം ഭേദിക്കാതെയും മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ദിവ്യശിശു പുറത്തു വന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന ഏശയ്യാ പ്രവചനത്തിൽ 7:14 മാതാവ് ഗർഭം ധരിക്കുന്നത് മാത്രമല്ല പ്രസവിക്കുന്നതും കന്യാത്വം നിലനിർത്തിക്കൊണ്ടാണെന്ന് സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ വിശുദ്ധ ലിയോ പാപ്പായുടെ ടോം ടു ഫ്ലാവിയൻ എന്ന ലിഖിതത്തിൽ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പഠിപ്പിച്ചു: മറിയം ഗർഭം ധരിച്ചത് കന്യാത്വത്തിന് ഭംഗം വരാതെയായിരുന്നതുപോലെ തന്നെ ദിവ്യ ശിശുവിനെ പ്രസവിച്ചതും കന്യാത്വത്തിന് ബാഹ്യമായി പോലും ഭംഗം വരാതെയാണ്. തിരുസഭയുടെ മതബോധ ഗ്രന്ഥവും യേശുവിൻ്റെ ജനനസമയത്ത് സംരക്ഷിക്കപ്പെട്ട മാതാവിൻ്റെ കന്യാത്വത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് 449 ഖണ്ഡികയിൽ. മറിയത്തിൻ്റെ കന്യാമാതൃത്വത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിച്ചതോടെ അവളുടെ യഥാർത്ഥവും നിത്യവുമായ കന്യാത്വം മനുഷ്യനായി തീർന്ന ദൈവപുത്രനെ പ്രസവിക്കുന്ന അവസരത്തിൽ പോലുമുള്ള കന്യാത്വം പ്രഘോഷിക്കാൻ സഭ പ്രേരിപ്പിക്കപ്പെട്ടു. മാതാവിൻ്റെ നിത്യകന്യാത്വത്തിൻ്റെ മൂന്നാമത്തെ വശം പിറവയ്ക്ക് ശേഷമുള്ള കന്യാത്വം. യേശുവിൻ്റെ ഉത്ഭവത്തിന് ശേഷം പരിശുദ്ധ മറിയം വൈവാഹിക ബന്ധങ്ങൾ ഏർപ്പെടുകയോ മറ്റു കുട്ടികളെ ജനിപ്പിക്കുകയോ ചെയ്യാതെ ഭൂമിയിലെ അവളുടെ പിൽക്കാല ജീവിതം മുഴുവൻ കന്യകയായി ചെലവഴിച്ചു എന്നാണ് ഈ വിശ്വാസത്യം. യേശുവിൻ്റെ പിറവയ്ക്ക് ശേഷമുള്ള മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇതാണ്. വിശുദ്ധ എഫ്രേം, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ ജെറോം തുടങ്ങിയ മുഖ്യ സഭാപിതാക്കന്മാരെല്ലാം ഈ വിശ്വാസത്തിന് എതിരായി ഉയർന്നു വന്ന വാദങ്ങളെ ശക്തമായി ഖണ്ഡിച്ചിട്ടുണ്ട്. വിശുദ്ധ സിറിസിയസ് പാപ്പ AD 329 ഔദ്യോഗികമായി ഈ വിശ്വാസത്തിൽ നിർവചിക്കുകയും ചെയ്തു. മഹാനായ വിശുദ്ധ ലിയോ പാപ്പ പഠിപ്പിച്ചു: പരിശുദ്ധ കന്യകമറിയം ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും കന്യാത്വത്തിന് ഭംഗം വരാതെ ആയിരിക്കണമെന്നതും കന്യകയായി തന്നെ എന്നും തുടരണമെന്നതും സർവശക്തനായ ദൈവത്തിൻ്റെ നിശ്ചയവും പദ്ധതിയുമായിരുന്നു. പിറവയ്ക്ക് മുമ്പും പിറവയിലും അത്ഭുതകരമായി കളങ്കപ്പെടാതെ നിന്ന തൻ്റെ ദൈവദത്തമായ കന്യാത്വം യേശുവിൻ്റെ പിറവയ്ക്ക് ശേഷം നഷ്ടപ്പെടുത്തുമെന്നത് ചിന്തിക്കുക കൂടി വയ്യ എന്ന് മഹാദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വീനാസും പഠിപ്പിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ AD 553 കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്ന 5-ാം സാർവത്രിക സുഗനക ദിവസത്തിൽ വെച്ച് യേശുവിൻ്റെ മാതാവിന് നിത്യകന്യക എന്ന പദവി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ മറിയത്തിൻ്റെ നിത്യകന്യാത്വം നിഷേധിക്കുന്നത് ആദ്യകാലങ്ങളിൽ മതനിന്ദയായിപ്പോലും സഭ കരുതിയിരുന്നു. ചരിത്രപരമായി ഈ സത്യം അംഗീകരിക്കാത്തവർ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാതിരുന്ന പാഷണ്ഡതക്കാരും യുക്തിവാദികളും മാത്രമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണവാദികൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വം അംഗീകരിച്ചിരുന്നു. ദൈവമാതാവാണ് താനെന്ന് മറിയം തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അതിനാൽ തന്നെ മനുഷ്യരുടെ മാതാവാകാനല്ല മറിച്ച് ദൈവദാനമായ ആ വരപ്രസാദം നിലനിർത്താനാണ് അവൾ ആഗ്രഹിച്ചതെന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു വെച്ചു. മൂന്നാം മരിയൻ വിശ്വാസസത്യം പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്. കന്യക മറിയം ആദിപാപത്തിൻ്റെ കറയില്ലാതെ ഗർഭം ധരിക്കപ്പെട്ടു എന്നാണ് മറിയം അമലോത്ഭവയാണെന്ന വിശ്വാസത്തെ പഠിപ്പിക്കുന്നത്. വാഴ്ത്തപ്പെട്ട 9-ാം പീസ് പാപ്പ 1854 ഇത് ഔദ്യോഗികമായി നിർവചിച്ചത്.
പാപ്പായുടെ ഔദ്യോഗിക എക്സ്-കത്തീദ്ര പ്രബോധനം ഇപ്രകാരമാണ്: എത്രയും ഭാഗ്യപ്പെട്ട കന്യക മറിയം ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷത്തിൽ തന്നെ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മുൻകൂട്ടി പരിഗണിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പ്രദാനം ചെയ്ത അനന്യമായ കൃപാവരത്താലും വിശേഷ ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. ഇത് ദൈവം വെളിപ്പെടുത്തിയതാണെന്നും തന്മൂലം എല്ലാ വിശ്വാസികളാലും ദൃഢമായും സ്ഥിരമായും വിശ്വസിക്കപ്പെടേണ്ടതുമാണെന്നും മാർപ്പാപ്പ കൽപ്പിച്ചു. ഇനെ ഫാബിലിസ് ദേവൂസ് എന്ന തിരുവെഴുത്തിൽ നിന്ന്. 9-ാം പീസ് പാപ്പായുടെ സംക്ഷിപ്തമായ ഈ ഔദ്യോഗിക എക്സ്-കത്തീദ്ര വിവരണത്തിൽ അമലോത്ഭവം എന്ന വിശ്വാസത്തിന് 2 സുപ്രധാന വശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട് ശരീരത്തിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ കന്യകമറിയം ഉത്ഭവപാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. 2, അതുവഴി വിശുദ്ധീകരണ വരപ്രസാദത്തോടെ മനുഷ്യകുലത്തിലേക്ക് പ്രവേശിക്കാൻ മാതാവിന് കഴിഞ്ഞു. പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഈ അനന്യ കൃപ മനുഷ്യനായി ജനിച്ച ദൈവത്തിൻ്റെ കറപുരളാത്ത അമ്മയാകാൻ മറിയത്തെ പ്രാപ്തയാക്കി. തന്മൂലം നിർമ്മലമായ ഒരു മനുഷ്യ പ്രകൃതി ക്രിസ്തുവിന് നൽകാൻ കന്യകാമറിയത്തിന് കഴിഞ്ഞു. മറിയത്തിൻ്റെ സംരക്ഷിക്കപ്പെട്ട പരിത്രാണം. ഉത്ഭവപാപവും അതിൻ്റെ അനന്തരഫലങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതിനാൽ ക്രിസ്തുവാൽ വീണ്ടെടുക്കപ്പെടുന്നത് വരെ ആർക്കും വിശുദ്ധീകരണ വരപ്രസാദം ഉണ്ടായിരിക്കുകയില്ല എന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ പരിത്രാണ കർമ്മത്തിന് മുൻപുള്ള മറിയത്തിൻ്റെ ഉത്ഭവം പാപരഹിതവും വിശുദ്ധീകരണ വരപ്രസാദത്തോട് കൂടിയതുമാണെന്ന് പറയാൻ കഴിയുകയില്ല എന്നതായിരുന്നു പല ദൈവശാസ്ത്രജ്ഞന്മാരുടെയും വാദം. എന്നാൽ ദൈവശാസ്ത്രജ്ഞനായ വാഴ്ത്തപ്പെട്ട ഡൺസ്കോട്ടസിൻ്റെ സംരക്ഷിക്കപ്പെട്ട പരിത്രാണം എന്ന സിദ്ധാന്തമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായതും സഭ അതാണ് സ്വീകരിച്ചതും. സംരക്ഷിക്കപ്പെട്ട പരിത്രാണം എന്ന സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സമയത്തിന് അതീതനായ ദൈവത്തിന് രക്ഷാകര വരപ്രസാദം ചരിത്രത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏത് മനുഷ്യനിലും പ്രയോഗിക്കാൻ സാധ്യമായതിനാൽ മറിയത്തിന് അവളുടെ ഉത്ഭവ നിമിഷത്തിൽ തന്നെ ദൈവം അത് പ്രദാനം ചെയ്യുകയാണ് ചെയ്തത്. മറ്റെല്ലാ വിശ്വാസികൾക്കും ആദ്യപാപത്തിൻ്റെ കറ ലഭിച്ചതിന് ശേഷമാണ് മാമോദീസ വഴി അതിൽ നിന്ന് മുക്തി കൈവരുന്നതെങ്കിൽ ഉത്ഭവത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ കൃപ ആദ്യപാപത്തിൽ നിന്ന് മറിയത്തെ കാത്തു സൂക്ഷിച്ചു. അതായത് അധപ്പതിച്ച മനുഷ്യപ്രകൃതി സ്വീകരിക്കുന്നതിൽ നിന്ന് തുടക്കത്തിൽ തന്നെ കന്യകമറിയം സംരക്ഷിക്കപ്പെട്ടു. കാൽവരിയിലെ യേശുവിൻ്റെ വരപ്രസാദത്താൽ ആദ്യപാപത്തിലേക്ക് മറിയം വഴുതി വീണില്ല. പകരം അവളുടെ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ മറിയത്തിനും മോചനം ആവശ്യമായിരുന്നു. സ്വന്തം മകനാൽ മുൻകൂട്ടി മഹത്തായ രീതിയിൽ അവൾ മോചിപ്പിക്കപ്പെട്ടു. 4-ാം മരിയൻ വിശ്വാസസത്യം. മറിയം സ്വർഗാരോപിതയാണ്. സ്വർഗാരോപണം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചത് 1950-ൽ 12-ാം പീസ് പാപ്പായാണ്. ഇത് സംബന്ധിച്ച പാപ്പായുടെ ഔദ്യോഗിക നിർവചനം ഇപ്രകാരമാണ്: അമലോത്ഭവയായ ദൈവമാതാവ് നിത്യകന്യകയായ മറിയം തൻ്റെ ഭൗമിക ജീവിതകാലഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് ദൈവികമായി വെളിവാക്കപ്പെട്ട വിശ്വാസ സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയും പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നു. മ്യൂണിഫിച്ചേന്തിസിമൂസ് ദേവൂസ് എന്ന തിരുവെഴുത്തിൻ്റെ 44-ാം ഖണ്ഡികയിൽ നിന്നാണ് ഈ പ്രബോധനം. സ്വർഗാരോപണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന
ഉൽപ്പത്തി 3:15 ദൈവിക വാഗ്ദാനത്തിൽ സാത്താന് മേലെയുള്ള സ്വന്തം മകൻ്റെ വിജയത്തിൽ മറിയവും ആഴത്തിൽ പങ്കുചേർന്നുവെന്ന് മുൻകൂട്ടി അറിയിക്കുന്നുണ്ടെന്ന് 12-ാം പീസ് മാർപ്പാപ്പ വ്യാഖ്യാനിക്കുകയുണ്ടായി. വിശുദ്ധ പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ റോമ 5, 6, 7, 8 അധ്യായങ്ങളിലും ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിലും പറയുന്നത് പോലെ തിന്മ എന്ന സാത്താൻ്റെ വിത്തിന് ഫലങ്ങൾ രണ്ടാണ്: പാപവും മരണവും. ഇവിടെ മരണം എന്നതിനർത്ഥം ശാരീരിക അപഭ്രംശം. അതിനാൽ സാത്താനും അവൻ്റെ വിത്തിനും മേലെ തൻ്റെ മകൻ്റെ വിജയത്തിൽ പങ്കാളിയായ മറിയത്തിന് പാപവും മരണവും എന്ന പരിണിത ഫലങ്ങളിൽ നിന്ന് മുക്തി ആവശ്യമായിരുന്നു. അമലോത്ഭവത്തിലൂടെ പാപത്തെയും സ്വർഗാരോപണത്തിലൂടെ മരണത്തെയും അവൾ ജയിച്ചു. ലൂക്ക 1:28 വെളിപാട് 12 അധ്യായങ്ങൾ അമലോത്ഭവത്തിന് അടിസ്ഥാനപരമായ മറ്റ് തിരുവചന ഭാഗങ്ങളാണ്. സ്വർഗാരോപണം സഭാ പാരമ്പര്യത്തിൽ സഭാപിതാവായ ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി മരണം 593 പഠിപ്പിച്ചു: കന്യകമറിയത്തിൻ്റെ പരിശുദ്ധ ശരീരം മേഘങ്ങളിൽ പർദീസായിലേക്ക് വഹിക്കപ്പെടാൻ കൽപ്പന ഇട്ടു. അവിടെ വെച്ച് ആത്മാവിനോട് ചേർക്കപ്പെട്ട മറിയത്തിൻ്റെ ശരീരം തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ചേർന്ന് ഒരിക്കലും അവസാനിക്കാത്ത നിത്യ ആനന്ദത്തിൽ പങ്കുചേർന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ ജർമ്മൈൻ, ക്ലീറ്റിലെ വിശുദ്ധ അന്ത്രയോസ്, വിശുദ്ധ ജോൺ ഡാമഷീൻ തുടങ്ങിയ സഭാപിതാക്കന്മാരും സ്വർഗാരോപണ സത്യം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ ഡൊർമേസിയോ, അതായത് മാതാവിൻ്റെ സമാധാനപൂർവമായ ഉറക്കം എന്ന തിരുനാൾ കിഴക്കൻ സഭകളിൽ ആഘോഷിച്ചിരുന്നത് സ്വർഗാരോപണ ആദ്യകാല ക്രൈസ്തവർക്കുണ്ടായിരുന്ന ദൃഢമായ വിശ്വാസം സൂചിപ്പിക്കുന്നു. സ്വർഗാരോപണവും അമലോത്ഭവവും തമ്മിൽ ഉറ്റ ബന്ധമുണ്ട്. മാതാവിൻ്റെ അമലോത്ഭവവുമായി സ്വർഗാരോപണത്തിനുള്ള ബന്ധം 12-ാം പീസ് പാപ്പ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുകയുണ്ടായി: ഈ രണ്ട് ആനുകൂല്യങ്ങളും ഉറ്റ ബന്ധമുള്ളവയാണ്. ക്രിസ്തു തൻ്റെ തന്നെ മരണം വഴി പാപത്തെയും മരണത്തെയും കീഴടക്കി. മാമോദീസായിലൂടെ അതിസ്വാഭാവികമായി ജനിച്ച വ്യക്തി ക്രിസ്തുവിലൂടെ പാപവും മരണവും കീഴടക്കി. എന്നാലും പൊതു നിയമപ്രകാരം കാലാന്തരം വരെ മരണത്തിന്മേലുള്ള വിജയത്തിൻ്റെ പൂർണ്ണഫലം നീതിമാന്മാർക്ക് അനുവദിച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീതിമാന്മാരുടെ ശരീരങ്ങൾ പോലും മരണശേഷം അഴുകിപ്പോകുന്നു. അന്തിമദിനത്തിൽ മാത്രമേ ആ ശരീരങ്ങൾ ഓരോന്നും സ്വന്തം മഹത്വപൂർണമായ ആത്മാവോട് കൂടിച്ചേരുന്നുള്ളൂ. എന്നാൽ അനുഗ്രഹീതയായ കന്യക മറിയം ഈ പൊതു നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചു. അവൾ തികച്ചും അനന്യമായൊരു ആനുകൂല്യം വഴി, തൻ്റെ അമലോത്ഭവം വഴി പാപം പൂർണ്ണമായി കീഴടക്കി. അതിൻ്റെ ഫലമായി കബറിടത്തിലെ ജീർണിക്കൽ എന്ന നിയമത്തിന് അവൾ വിധേയായില്ല. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാലാന്തരം വരെ കാത്തിരിക്കേണ്ടി വന്നുമില്ല. യൂണിപിറ്റന്തിസീമോസ് ഖണ്ഡിക 4-5. മരിയൻ വിശ്വാസത്യങ്ങളെല്ലാം നേരിട്ട് മാതാവിനെ സംബന്ധിക്കുന്നവയാണെങ്കിലും അവയെല്ലാം യേശുവിൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നവയും അവയിലേക്ക് നയിക്കുന്നതുമാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നിർവചിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസത്യങ്ങൾ, ഡോഗ്മാസ്, ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള താക്കോൽ ആണെന്ന വിശുദ്ധ 6-ാം പൗലോസ് പാപ്പായുടെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആത്മീയ വായന. കന്യക മറിയത്തെക്കുറിച്ചുള്ള 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയുടെ സമാപന സന്ദേശത്തിൽ നിന്ന്: ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ മഹത്വീകൃതയായിരിക്കുന്ന പരിശുദ്ധ മറിയമാണ് ലോകാവസാനത്തിൽ പൂർത്തിയാകാനിരിക്കുന്ന സഭയുടെ പ്രതിച്ഛായയും ആരംഭവും. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിവസം ഉദയം ചെയ്യുന്നത് വരെ മറിയം
ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി പ്രകാശിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധരുടെ സഹഭാഗഭാഗിത്വത്തിൽ സ്വപുത്രൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മാതാവായ ആരംഭദശയിൽ തന്നെ തിരുസഭയെ പ്രാർത്ഥനയാൽ സഹായിച്ചവളും ഇപ്പോൾ സകല വിശുദ്ധർക്കും ദൈവദൂതന്മാർക്കും ഉപരിയായി സ്വർഗത്തിൽ മഹത്വീകൃതയുമായ മറിയത്തിൻ്റെ മുമ്പിൽ ക്രൈസ്തവ ലോകം മുഴുവൻ പ്രാർത്ഥനകൾ ചൊരിയട്ടെ. ക്രൈസ്തവ നാമത്താൽ അലങ്കൃതരോ അഥവാ രക്ഷകനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരോ ആയ മാനവ കുടുംബത്തിലെ എല്ലാ ജനതകളും സമാധാനത്തിലും ഐക്യത്തിലും ഒരു ദൈവജനമായി പരിശുദ്ധമവും അവിഭക്തവുമായ ത്രിത്വത്തിൻ്റെ സ്തുതിക്ക് വേണ്ടി സൗഭാഗ്യത്തിൽ ഒന്നിപ്പിക്കപ്പെടുന്നതുവരെ അവൾ തൻ്റെ മാധ്യസ്ഥ്യം തുടരട്ടെ. പ്രാർത്ഥന. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുകൊണ്ട് വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കാൻ തിരുസഭയെ അധികാരപ്പെടുത്തിയ യേശുനാഥ, വിശ്വസിക്കാൻ ഞങ്ങളെ കടപ്പെടുത്തിക്കൊണ്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള 4 മരിയൻ വിശ്വാസ സത്യങ്ങളും അർത്ഥപൂർണമായി വിശ്വസിക്കാൻ ആവശ്യമായ വിശ്വാസവരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യകമറിയം ദൈവമാതാവാണെന്ന് വിശ്വസിക്കുന്നത് യേശു സത്യദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട് മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ കൃപയേകണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ നിത്യകന്യാത്വത്തിൽ വിശ്വസിക്കുക എന്നത് യേശു ഭൂമിയിൽ നിന്നുള്ളവനല്ല സ്വർഗത്തിൽ നിന്നുള്ളവനാണ് എന്ന് വിശ്വസിക്കാൻ ആവശ്യമാണെന്നറിഞ്ഞ് മാതാവിൻ്റെ നിത്യകന്യാത്വത്തിൽ സംശയലേശമന്യേ വിശ്വസിക്കാൻ കൃപയേകണമേ. ദൈവമാതാവിൻ്റെ അമലോത്ഭവത്തിലുള്ള വിശ്വാസം ആത്യന്തികമായി യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ ദൈവിക ശക്തിയാണ് വെളിപ്പെടുത്തുന്നത് എന്നതിനാൽ മാതാവിൻ്റെ അമലോത്ഭവത്തിൽ ദൃഢമായി വിശ്വസിക്കാൻ അനുഗ്രഹമേകണമേ. കന്യകമറിയത്തിൻ്റെ സ്വർഗാരോപണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ യേശുവിനുള്ള സനാതന വിജയത്തിൻ്റെ പ്രഘോഷണമാണെന്നറിഞ്ഞ് മാതാവിൻ്റെ സ്വർഗാരോപണത്തിൽ പ്രത്യാശാപൂർവം വിശ്വസിക്കാൻ കൃപ തരണമേ. കർത്താവിൽ സമ്പൂർണമായി വിശ്വസിച്ചത് മൂലം വിശ്വാസത്തിൻ്റെ പരമോന്നത മാതൃകയായി ഉയർന്ന പരിശുദ്ധ കന്യകമറിയമേ, എൻ്റെ വിശ്വാസം വർദ്ധിച്ച് പൂർണ്ണമായി ഫലമണിയാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ. ആശ്വാസദായക, ആത്മാവിൻ്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ.
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മാതാവിനോടുള്ള രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ലുത്തീനിയ. അനാദികാലം മുതൽ നിർണയിക്കപ്പെട്ട പിതാവിന്റെ ഓമൽകുമാരിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരക്ഷകന്റെ മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സിയോണിന്റെ സമുന്നത സന്താനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹഭാജനമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ മഹിമാവിൽ ഗർഭസ്ഥയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജന്മപാപത്തിന്റെ കളങ്കമേശാത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏലീശ്വായാൽ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപിതാവിന്റെ ഏകജാതനെ ജനിപ്പിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് ജീവൻ ദാനം ചെയ്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആട്ടിടയന്മാർക്കും പൗരസ്ത്യ വിജ്ഞാനികൾക്കും ആനന്ദാതിരേകത്തോടെ ഓമനപുത്രനെ കാണിച്ചു കൊടുത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യനാഥന്റെ ഉറ്റ സഹപ്രവർത്തകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിലും അവിടുത്തെ ദിവ്യമായ ഔന്നത്യത്തിലും അർപ്പിതമാനസിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനായിൽ സ്വന്തം അർത്ഥന മൂലം ആദ്യം മഹാത്ഭുതം സംരംഭിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശാരോഹണം വരെ ഈശോയോട് ഒന്നിച്ചു നിന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷയുടെ മഹാകർമ്മം സഫലമാക്കിയ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപേക്ഷിക്കണമേ. പരിശുദ്ധാരൂപിയുടെ അനുഗ്രഹങ്ങൾക്കായി കേണപേക്ഷിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥന മുഖേന സഭയെ സഹായിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മശരീര സമന്വതയായി സ്വർഗാരോപിതയായി അവരോധിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരെയും മനുഷ്യരെക്കാൾ സമുന്നതയായ അവരോധിതയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂമിയിൽ സഭാസന്താനങ്ങളെ സംരക്ഷിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികൾ കണ്ണുകൾ ഉയർത്തി അഭിവീക്ഷിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ രക്ഷയുടെ ആവശ്യത്തിൽ നമ്മോട് ഒന്നിച്ചു നിൽക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുനാഥൻ കഴിഞ്ഞാൽ സഭയിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ പ്രമുഖ അംഗമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ നിസ്തുല പ്രതീകമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ പ്രതിച്ഛായയും ആദ്യജാത കുസുമവുമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ നന്മകളുടെയും മാതൃകയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സുനിശ്ചിതമായ പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും അടയാളമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ ദിവസം വരെ പ്രകാശം പരത്തി പ്രശോഭിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുഗ്രഹീത എന്ന തലമുറകളെല്ലാം പ്രകീർത്തിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സിദ്ധരുടെ സാഹോദര്യത്തിൽ തന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കുന്ന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതാവേ സ്വസ്തി, കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകെ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ.